എന്റെ ഭാഗത്തുനിന്ന് ദയവോ വിട്ടുവീഴ്ച ഒന്നും പ്രതീക്ഷിക്കണ്ട. ശരിയമ്മേ, ഞാനിതിലൊന്നും പറയുന്നില്ല. നേരത്തെ അമ്മ പറഞ്ഞ പലതും തെറ്റിദ്ധാരണകളാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ശരി. അമ്മേ, കാര്യങ്ങളാകെ കുഴപ്പമായി. ദേവിക ചന്ദ്രത്തുനിന്ന് അവളുടെ വീട്ടിലേക്ക് പോയെന്ന്. രണ്ടുപേരും പിന്മാറുന്നും പറഞ്ഞ് ചർച്ചയുണ്ടെന്നും പറഞ്ഞിട്ട് ആ ചർച്ചക്കിടയില് ടിവിയില് വാർത്ത കാണിച്ചെന്ന്. പ്രഭാന്റിയെ ആക്രമിച്ചതിന് 2 VDFകാരെ അറസ്റ്റ് ചെയ്തെന്ന്. അതോടെ പിന്നെ തർക്കവും ബഹളമായി. ചന്ദ്രത്തില് 2 സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് വേണ്ടെന്നായി. അങ്ങനെ ദേവിക അവിടെ നിന്ന് ഇറങ്ങി. അപ്പോ പ്രഭകുഞ്ഞിനെ ആക്രമിച്ചത് VDFകാര് തന്നെയല്ലേ? ഞാൻ അന്നേ പറഞ്ഞില്ലേ? അമ്മയ്ക്കിപ്പൊ അതാണോ പ്രധാനം? ദേവിക ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഒന്നും പറയാനില്ലേ? ഒരാളെ അടിച്ചു കൊല്ലാൻ നോക്കിയതാണോ അതോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണോ വലിയ സംഭവം? പ്രഭാന്റി ആരടിച്ചു കൊല്ലാൻ നോക്കി? ദേവികയാണോ? VDF എന്ന് പറയുമ്പോഴേ അതിൽ ദേവിക ഉൾപ്പെടും. ദേവികയ്ക്ക് അറിയാമായിരിക്കും കാര്യങ്ങള്. സിദ്ധാർത്ഥ സാറിനും അറിയാം. മുകളിലുള്ളവര് നിർദ്ദേശം കൊടുക്കാതെ ഒരു സ്ഥാനാർത്ഥി ആക്രമിക്കാൻ ആർക്കും ധൈര്യം കാണില്ല. എന്തായാലും പ്രഭകുഞ്ഞ് മത്സരത്തിൽ നിന്ന് പിന്മാറത്ത് നല്ല തീരുമാനാ. അങ്ങനെ വിട്ടു കൊടുക്കണ്ട. അടിച്ചും കുത്തിയും ജയിക്കാനേ VDFകാർക്ക് അറിയൂ. മത്സരിച്ച് ജയിക്കണത് എങ്ങനെയാണെന്നേ പ്രഭകുഞ്ഞ് കാണിച്ചു കൊടുത്തോളും. കാണാം. കാണാം. ദേവിക അവിടുന്ന് പോവാൻ നന്ദൻ അനുവദിക്കരുതായിരുന്നു. പാവം ദേവിക. പാവം പ്രഭകുഞ്ഞ്. എന്നേക്കുമായി എന്നെ അവിടുന്ന് പുറത്താക്കിയ പോലെ ഒരു ഫീലാ എനിക്ക്. അങ്ങനെ തോന്നണ്ട. എന്തായാലും അമ്മ സന്തോഷായിരിക്കട്ടെ, അതാ എന്റെ ആഗ്രഹം. അതാ വേണ്ടേ. ഒന്നുമില്ലെങ്കിലും ഇപ്പൊ എന്റെ നന്ദു എന്റെ കൂടെ ഉണ്ടല്ലോ. ഇപ്പോഴല്ല, എപ്പോഴും. മക്കളായിരുന്നോ? നിങ്ങൾ വിളിക്കുന്നതും വരുന്നതൊക്കെ കാത്തിരിക്കായിരുന്നു എല്ലാവരും. എന്തായി മോനെ കാര്യങ്ങളൊക്കെ? ചേച്ചി, ചർച്ചകൾ എന്തായി? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി കാണുമല്ലോ അല്ലേ? തീരുമാനമായിരിക്കാം. ആണോ? എങ്ങനെയാ സെറ്റിൽ ചെയ്തേ? രണ്ടാളും കൂടി മത്സരിക്കുന്നില്ല എന്നല്ലേ? അല്ല, രണ്ടുപേരും മത്സരിക്കുന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയതുമാണ്. പക്ഷെ എല്ലാം മാറി മറിഞ്ഞു. അമ്മയെ ആക്രമിച്ച 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേരും ഞങ്ങളുടെ പാർട്ടിക്കാരാ. അച്ഛനോടൊപ്പം മുൻപ് വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ, അത് കുഴപ്പമാവുമല്ലോ. എന്തു കുഴപ്പം? നമുക്കൊരാളെ പരിചയമുണ്ടെന്ന് വെച്ച് അയാൾ ചെയ്യുന്നതിലൊക്കെ ബന്ധമുണ്ടാവുമോ? രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലം. വ്യാജ വാർത്തകളും കെട്ടുകഥകളൊക്കെ സത്യം പോലെ പ്രചരിക്കും. KDFകാര് ദേവിക്കെതിരെ ആരോപണം കൊണ്ടുവരും, VDFകാരത് ചേർത്തോളും. എന്നാലും ഒരേ വീട്ടിലുള്ളവർ തന്നെ മത്സരിക്കുന്നു, അതും അമ്മയും മരുമോളും. മത്സരിക്കേണ്ടി വന്നാ പിന്നെ മത്സരിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മേ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്താ മോളെ? ഇനി കുറച്ചു ദിവസത്തേക്ക് ഞാനെന്നെന്തോ ഇവിടെയാ. അതിനെന്താ? 2 സ്ഥാനാർത്ഥികൾ ഒരു വീട്ടില് വേണ്ടാന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ അമ്മ അവിടെയും ഞങ്ങൾ ഇവിടെയായി. വീട്ടിൽ നിന്ന് മാറാൻ മോളോട് പറഞ്ഞോ? അങ്ങനൊന്നുമില്ല. ഒരു കണക്കിന് നോക്കിയാ 2 പേരും ഒരു വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല. സ്ഥാനാർത്ഥികളുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ആൾക്കാർക്ക് സംശയം വരും. അതെ അമ്മേ, ഇനി ഇതാ എന്റെ ഇലക്ഷൻ ഓഫീസ്. നന്ദമ്മം കൂടെ ഉള്ളപ്പോ മോളുടെ എന്ത് തീരുമാനത്തിനും ഞങ്ങൾക്ക് സമ്മതം. അതെ, നന്ദനോടൊപ്പം നീ ഇവിടെ കഴിയുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷം. വാ മോനെ, വാ. വായിച്ചേ.
ലേ, ലേ, ആ, ഒന്നുമില്ലടാ ലേ, കൂൾ. ലേ, ആ, ഒന്നുമില്ലടാ. അമ്മേ, ആ. അമ്മ എന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ? നീ പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ഞാൻ കണ്ട് സന്തോഷിക്കായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനോ കാര്യങ്ങൾ അറിയാനോ പറ്റാതിരുന്ന നിന്റെ മാറ്റം ഞാൻ കണ്ണ് നിറച്ചു കാണുമായിരുന്നു. എനിക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച അമ്മയ്ക്കാ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ്. ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ശരിയാണ്. ഞാൻ നിന്നേ പറ്റൂ. നിന്നെ പ്രസവിച്ച അമ്മയാ. പക്ഷേ ഒരു ബന്ധുവില്ലാതിരുന്ന ദേവിക നിനക്ക് ഭക്ഷണം തന്നതും മരുന്ന് തന്നും ഒക്കെ നിന്നെ ഈ കാണുന്ന ഋഷിയാക്കാൻ കൂടുതൽ പങ്കുവഹിച്ചത്. ദേവിക ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നീ ഒരു പക്ഷേ ഇപ്പോഴും കട്ടിൽ തന്നെ ആയി പോവായിരുന്നു. ദേവിക തെരഞ്ഞെടുപ്പിൽ വിജയിക്കും അല്ലേ അമ്മേ? വിജയിക്കും, വിജയിപ്പിക്കും. എനിക്ക് ദേവികയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെന്താ? ഹലോ മാഡം. ദേവിക, പ്രവർത്തനമൊക്കെ ഗംഭീരായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അതെ മാഡം, നന്നായിട്ട് പോകുന്നു. ദേവിക, ഞാനൊരാൾക്ക് ഫോൺ കൊടുക്കാം. ഹലോ ദേവിക. എനിക്ക് ദേവിക, ഞാൻ ഋഷിയാ. ദേവിക അതിശയിക്കണ്ട, ഋഷി തന്നെയാ. ഋഷിക്കിപ്പോ ദേവിക ലീ അല്ല, ദേവിക തന്നെയാ. യെസ് ദേവിക, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ കാരണം ദേവിക്കുണ്ടായ വിഷമങ്ങൾക്ക് സോറി ചോദിക്കുന്നു. മാഡം, ഋഷി സത്യം പറഞ്ഞ ഞാൻ അതിശയിച്ച് നിൽക്കുക. ഋഷി ഇത്രയ്ക്ക് നന്നായിട്ട് മാറിയോ? ഒക്കെ ദേവിക കാരണ. എന്തായാലും വൈകാതെ നേരി കാണാം. ദേവിക ഇലക്ഷൻ വർക്കിലാണെന്ന് അറിഞ്ഞു. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഉണ്ടാവും. എന്റെ വോട്ടും ദേവികയ്ക്കാണ്. ഋഷി, താങ്ക് യു സോ മച്ച്. മാഡം, ഞാനും നന്ദു വൈകാതെ വീട്ടിൽ വരാം. ഓക്കെ ദേവിക, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ദേവിക. ഗുഡ് നൈറ്റ് ഋഷി. ഗുഡ് നൈറ്റ്. സന്തോഷായോ? ആ, താങ്ക്സ് അമ്മ. ചേച്ചി, എന്താടാ? നാളെ അളിയന്റെ ഓർമ്മ ദിവസത്തിൽ തന്നെ പ്രഭാവതി നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്താ? ഓർമ്മ ദിനത്തിന് കിട്ടുന്ന വാർത്താ പ്രാധാന്യം കുറയ്ക്കുക. മീഡിയ പ്രഭാവതി നോമിനേഷൻ പത്രിക സമർപ്പിക്കുന്നതും വാർത്തയാക്കുന്നത് KDF-കാരുടെ ബുദ്ധിയാ. അതിനിപ്പോ കുറ്റം പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിലെ പല കളികളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. പല കാര്യങ്ങളിലും ശ്രദ്ധ മാറ്റാൻ വേണ്ടി പല നീക്കങ്ങളും നടത്തും. പക്ഷെ പ്രഭാവതിക്ക് ശക്തമായിട്ട് പറയാമായിരുന്നല്ലോ, നാളെ ബലരാമന്റെ ഓർമ്മ ദിനമാണ്, അതിൽ പങ്കെടുക്കണം, നോമിനേഷൻ കൊടുക്കുന്ന തീയതി മാറ്റണോന്നൊക്കെ. പ്രഭ സ്ഥാനാർത്ഥി തന്നെ, പക്ഷെ മുന്നണിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നേതൃത്വമല്ലേ. മാത്രമല്ല പ്രഭ അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിയ സീറ്റല്ലേ.
മുന്നണിയുടെ നിയന്ത്രണങ്ങൾ തിരിച്ചൊരു ചോദ്യമില്ലാതെ അനുസരിക്കേണ്ടി വരും. ഇതൊന്നും അല്ല ചേച്ചി, അവര് പക്ക രാഷ്ട്രീയക്കാരിയായി. VDF എങ്ങനെയൊക്കെ അകലം പാലിക്കാമോ അങ്ങനെയൊക്കെ അകലം പാലിച്ച് നിൽക്കുക. ഒന്നും വേണ്ട, നാളെ നോമിനേഷൻ കൊടുക്കുകയാണ്, സമ്മതിച്ചു. അവർക്ക് ഇന്നിങ്ങോട്ട് വരായിരുന്നല്ലോ, വന്നിട്ട് ചേച്ചിയോട് 2 വാക്ക് പറയാമായിരുന്നല്ലോ. നാളത്തെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് പറഞ്ഞ് പകരം ഇന്നിവിടെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് പോയിക്കൂടായിരുന്നോ? ശരി, ഇനി നേരിട്ടും വരണ്ട, ഒന്ന് ഫോൺ ചെയ്തൂടായിരുന്നോ? മുമ്പ് അവരുടെ ആവശ്യങ്ങൾക്ക് ചന്ദ്രമതി ചന്ദ്രമതി എന്ന് പറഞ്ഞ് വിളിയോട് വിളിയായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ഇത് തന്നെയാ, VDF പൂർണ്ണമായിട്ടും അകലം പാലിച്ച് നിൽക്കുക. എടാ, ഇനി ചിലപ്പോ നാളെ ചടങ്ങുകൾ നടക്കുമ്പോ നേരിട്ടെത്തിയാലോ? പ്രഭാവതിയോ നാളെ വരുമെന്ന്? ചേച്ചി, അവര് രാഷ്ട്രീയക്കാരിയാ. അവർക്കറിയാം നാളെ അവര് ചടങ്ങിന് വന്നാൽ KDF സ്ഥാനാർത്ഥി VDF വേദിയിൽ എന്ന് ഫോട്ടോ വരുമെന്ന്. ചേച്ചി കണ്ടോ, അവര് നാളെ വരുമെന്ന്. പ്രഭാവതി വന്നാ മാന്യമായിട്ട് സ്വീകരിക്കണം. ആദ്യം അവര് വരട്ടെ, എന്നിട്ട് വേണ്ടേ സ്വീകരിക്കാൻ. ശ്ശോ. ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാം സർ. ആ, ഡോക്യുമെന്റ്സും പ്രൂഫും ഒക്കെ എടുത്തോളാം. പ്രസ് മീറ്റിലേക്കോ? ആ, ശരി ശരി, ഓക്കെ സർ. ഗുഡ് നൈറ്റ്. നന്ദ, നീ ഇതുവരെ എവിടെയായിരുന്നു? ദേവിയുടെ വീട്ടില്. ഓ, അത് ശരി. എന്നാ പിന്നെ അവിടെ തന്നെ കഴിയായിരുന്നില്ലേ? കുറെ നാളുകളായിട്ട് പിരിഞ്ഞു നിന്നല്ലേ ഭാര്യയെ? അങ്ങനെ വിചാരിച്ചാമേ. പിന്നെ അമ്മ തനിച്ചല്ലേ ഇവിടെ. അച്ഛനെപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദേവി തന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. ഓ, ഭർത്താവിനും മകനും ഇല്ലാത്ത കരുതൽ മരുമകൾക്കുണ്ടല്ലോ. ഭാഗ്യം. പിന്നെ നാളെ ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോവാ. ആന്നോ? നിന്റെ അമ്മയാ ഞാൻ. ഒരു വലിയ കാര്യത്തിന്റെ തുടക്കമാ നാളെ. അത് പറഞ്ഞപ്പോ ചുമ്മാ അങ്ങ് ആന്ന്. അമ്മയോട് എന്ത് പറഞ്ഞാലും സന്തോഷമാവെന്ന് അറിയാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇങ്ങനെ നിന്നത്. അമ്മ നോമിനേഷൻ കൊടുക്കണം, ജയിച്ച് MLA ആവണം, ഒക്കെ സന്തോഷം തന്നെയാ. പക്ഷെ ഒരു അപേക്ഷയുണ്ട്, മനുഷ്യത്തില്ലാതെ പെരുമാറരുത്. പറഞ്ഞുകൊണ്ട് വരുന്നത് മനസ്സിലായി. ദേവിക ഇവിടുന്ന് പോയ കാര്യമല്ലേ? അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലാ പിരിഞ്ഞതും. 2 കൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടിയാ അത് ചെയ്തത്. 2 കൂട്ടരുടെയും നന്മയോ? അവൾ ഇവിടെ നിന്നാ അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉണ്ടാവുന്നേ? അതിന് അവളോട് ഇവിടുന്ന് പോകാൻ ആരും പറഞ്ഞിട്ടില്ല. 2 പേരും കൂടി ഇവിടെ വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. ഞാൻ പോകാന്നും പറഞ്ഞ അവള് റെഡിയായി. അതിന് ഞാനെന്ത് ചെയ്യാൻ? അവൾ അങ്ങനെ പോയത് അവളുടെ മാന്യത. അല്ല, നീ എന്നു മുതലാ ഇത്ര വലിയ നന്മമരമായത്? കുറച്ചു ദിവസം മുൻപ് വരെ ദേവികയെ എതിർത്തും വെറുത്തും നടന്ന ആളായിരുന്നില്ലേ? നിന്റെ മനസ്സ് മാറുമ്പോ കൂടെ എല്ലാവരുടെയും മനസ്സും അങ്ങ് മാറിക്കൊള്ളണമെന്നാണോ? ഞങ്ങളൊരു തെറ്റിദ്ധാരണയുടെ പേരിലെ പിണങ്ങിയെന്ന് അമ്മയ്ക്കും അറിയാം. തെറ്റ് മുഴുവൻ എന്റെ വശത്തും. അമ്മ അതിനെ ഒരു ഉദാഹരണമാക്കി പിടിക്കണ്ട. എനിക്കങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞ് ജയം ഉറപ്പിക്കേണ്ട കാര്യമില്ല. എന്നെ 2 പേര് ആക്രമിച്ചു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവര് VDF-കാരാ. ആ ഒരൊറ്റ കാരണം മതി ന്യായം മുഴുവൻ എന്റെ ഭാഗത്താണെന്ന് വരാൻ. 2 പേരെ അമ്മയെ ആക്രമിച്ചതിന് ദേവി എന്ത് വിളിച്ചു? അവർ VDF-കാരാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതും ദേവിയും തമ്മിൽ എന്ത് ബന്ധം? ഇതിനെയാണ് പണ്ടുള്ളവർ പറയുന്നത്, അമ്മയെ തല്ലിയാലും 2 പക്ഷമെന്ന്. നിനക്ക് അവളെ അറിയില്ല, പക്ഷെ അവൾക്ക് നിന്നെ അറിയാം. എന്തു പറഞ്ഞാലും വിശ്വസിച്ചോളൂ എന്നും അവൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും. അമ്മേ, എനിക്ക് അമ്മയോട് തർക്കിക്കാൻ വയ്യ. ഈ തെരഞ്ഞെടുപ്പോടെ ചന്ദ്രോത്ത് തറവാട് ഇല്ലാതായി പോകരുത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, പിന്മാറ്റം. അമ്മ നോമിനേഷൻ കൊടുക്കരുത്. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്താ ദേവി കൊണ്ട് നോമിനേഷൻ ഞാൻ പിൻവലിപ്പിക്കാം. കൊള്ളാലോ. ഇതേ ഒരു അവസ്ഥയിൽ നോമിനേഷൻ കൊടുക്കരുതെന്നും പറഞ്ഞ അവളുടെ പിന്നാലെ ഞാൻ നടന്നത് ഓർമ്മയുണ്ടോ? അന്ന് നീയും അവളോട് പറഞ്ഞു നോമിനേഷൻ കൊടുക്കരുതെന്ന്. അവൾ അനുസരിച്ചോ?
അവള് ചെയ്യാത്ത കാര്യം നിന്റെ അമ്മ ചെയ്യോ? നടക്കില്ല. നാളെ ഞാൻ നോമിനേഷൻ കൊടുക്കും. നാളെ തന്നെ പത്രസമ്മേളനമുണ്ട്. അതില് പല കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയും. അമ്മേ, ദേ ദേവിയുടെ ജയം ഉറപ്പാ. നിരീക്ഷകരും സർവേയും ഒക്കെ അങ്ങനെ പറയുന്നേ. ടിവിയിൽ വരുന്ന വിശകലനമല്ലേ? അവര് റേറ്റിംഗിന് വേണ്ടി ഓരോരുത്തരെ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യും. അത് കേട്ട് സ്ഥാനാർത്ഥികൾ സ്വപ്നം കാണും. അവസാനം ഗോവിന്ദ. അവളാണ് ജയിക്കാൻ പോകുന്നത്. അതൊക്കെ സ്വപ്നത്തിൽ. ജീവിതത്തിൽ ഞാനാണ് ജയിക്കാൻ പോകുന്നത്. എന്നിട്ട് വേണം എനിക്ക് ചിലരോട് പലതും ചോദിക്കാൻ. പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഞാൻ കഴിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ദേവി ഇങ്ങോട്ട് പോകുന്നു അല്ലേ? അവിടെ നിൽക്കേണ്ടെന്ന അർത്ഥത്തില് അമ്മ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനിങ്ങ് വന്നു. കാര്യങ്ങളൊക്കെ കുറച്ച് ടെൻഷനില്ല. എന്നാലും പതറാൻ പാടില്ല. പേടിയൊക്കെ പോയി ഗിരീഷേട്ടാ. ലക്ഷ്യത്തിലേക്ക് വേണ്ടി ശക്തമായി നിൽക്കാൻ തന്നെയാ തീരുമാനം. ഗ്രേറ്റ്. അങ്ങനെ തന്നെ വേണം. ഇന്നിപ്പോ VDF-കാർ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത വന്നതോടെ ചിലയിടത്ത് ചില സംഘർഷമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനും അറിഞ്ഞു. ഇവിടെ പാർട്ടിക്കാരെ നിർത്തണമെന്ന് പ്രസിഡന്റ് ചോദിച്ചതാ. ഞാൻ പിന്നെ വേണ്ടെന്നാ പറഞ്ഞേ. കാര്യങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പേടിച്ചിരിക്കുക ഞങ്ങള്. ഏയ്, ഒരു പേടിയും വേണ്ട. എല്ലാം നന്നായിട്ട് തന്നെ വരൂ. ഗിരീഷേ വാ, കയറിയിരിക്കേ. ഏയ് ഇല്ലില്ല, ഞാൻ ഈ വഴി പോയപ്പോ എതിർ സ്ഥാനാർത്ഥിയെ കണ്ട ഒരു ബെസ്റ്റ് വിഷസ് പറയാലോ എന്ന് കരുതി കയറിയതാ. അത് ഗിരീഷേട്ടൻ നേരത്തെ തന്നിട്ടുണ്ടല്ലോ. ഈ രാത്രി തന്നെ വിഷ് ചെയ്യാൻ ഓടിപ്പാഞ്ഞു വന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല മോളെ. നാളെ മുതൽ ചിലപ്പോ എനിക്ക് ദേവികയെ കാണാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഇനിയിപ്പോ അഥവാ സമയം കിട്ടിയാലും സാഹചര്യം ഒത്തു വരണമെന്നില്ല. എന്താ മോനെ? അത് പിന്നെ നാളെ പ്രഭാവതി മേഡം നോമിനേഷൻ കൊടുക്കുക. അതോടെയാ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് യുദ്ധം തുടങ്ങുന്നത്. പ്രഭാവതി മേഡത്തെ ജയിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിട്ട് നാളെ മുതൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങും. ദേവിക വോട്ട് ചോദിച്ചു കയറുന്ന വീടുകളിൽ ദേവികയ്ക്കായിട്ടല്ല, പ്രഭാവതി മേഡത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഞങ്ങളും കയറും. പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. അയ്യോ, എന്ന് വെച്ച് പൂർണ്ണമായിട്ടും കാണാതിരിക്കാന്നല്ല, ആവശ്യങ്ങൾക്കൊക്കെ ഒരുമിച്ചുണ്ടാവും. എന്നാലും അധികം സമയവും ഇലക്ഷൻ പ്രവർത്തനങ്ങളിലായിരിക്കും. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഗിരീഷേട്ടാ. അതുപോലെ ഗിരീഷേട്ടന്റെ സ്ഥാനാർത്ഥിക്കും വിജയാശംസകൾ. ഓ ആയിക്കോട്ടെ. ശരി എന്നാ. രണ്ടുപേരും പിന്മാറിയിട്ട് കാര്യങ്ങൾ അവസാനിക്കുന്ന പ്രതീക്ഷയൊക്കെ അവസാനിച്ചു. ഇന്നിപ്പോ അമ്മ നോമിനേഷൻ കൊടുക്കുക. ഇനി അമ്മയ്ക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാവും, ദേവി തോൽപ്പിക്കുക. സമാധാനാകെ നഷ്ടപ്പെടാൻ പോവാന്നാ തോന്നുന്നേ. ഞാനൊരിക്കലും പ്രഭകുഞ്ഞിനെ കുറ്റം പറയില്ല. VDF-ന്റെ ആൾക്കാരാണല്ലോ പ്രഭകുഞ്ഞിനെ ആക്രമിച്ചത്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിന്റെ വ്യക്തതയൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ. അതെ, അറസ്റ്റ് ചെയ്തവരാണ് ആക്രമിച്ചതെന്നിരിക്കട്ടെ, അതുമായിട്ട് സിദ്ധാർത്ഥൻ സാർ എങ്ങനെയാ ബന്ധപ്പെടുന്നത്? അമ്മയ്ക്കൊരു വിഷമം വരണമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല. ഇപ്പൊ അതല്ല വിഷയം. അമ്മ മത്സരിച്ചോട്ടെ, പക്ഷേ വ്യക്തിപരമായ വിരോധം കാണിക്കരുത്. കുടുംബത്തിൽ ശാന്തത വേണം.
ഭാർഗവി ആന്റി വിചാരിച്ചാലേ അമ്മയൊന്ന് തണുപ്പിക്കാൻ പറ്റൂ. ആന്റി ഇടപെടണം. ചന്ദ്രോത്തിൽ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കണമെന്ന എന്റെ ആഗ്രഹം. പക്ഷേ മോനെ, പ്രഭക്കുഞ്ഞിനോട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല. അത് ശരിയുമല്ല. എന്താ അമ്മ ശരിയല്ലാത്ത? ആന്റിയെ ശാസിക്കാൻ വരെ അമ്മയ്ക്ക് അവകാശം ഉണ്ടല്ലോ.